അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവരും ന്യൂസിലും എല്ലാണ്ടൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ കർണാടകയിൽ അർജുൻ എന്നുള്ളൊരു പയ്യൻ്റെ, അപ്പോൾ ഭാര്യയും കുട്ടികളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ മണ്ണിന് എന്താണ് പറയുക, ഇപ്പോൾ ഒരേ കാറ്റും മഴയും ഒക്കെയാണ്, തെരച്ചിൽ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എപ്പോഴും സൈന്യത്തിൻ്റെ. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ആ ദുഃഖ വാർത്ത. എന്താ പറയുക, ഒരു കുടുംബം മൊത്തം ഇപ്പോൾ കണ്ണീരിലാണ് ആ ആൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എല്ലാവരുടെയും പ്രാർത്ഥന കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ എല്ലാവരും അറിഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറയണത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എട്ട് ദിവസമൊക്കെ ആയി തോന്നുന്നു തെരച്ചിൽ നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് വ്യക്തിനെ കണ്ടുപിടിക്കണം എന്നാണ് പഠിച്ചാൽ, എന്താ പറയുക, തോഫീക്ക് നൽകട്ടെ. ഒരാപത്തും ഇടങ്ങറും ഇല്ലാണ്ട് കിട്ടട്ടെ. പിന്നെ ഓരോ ന്യൂസ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അത് ഫേക്കാണോ എന്നൊന്നും അറിയില്ല. മൃതദേഹം കിട്ടി, അത് അർജുൻ്റെ തന്നെയാണോ എന്നൊക്കെയാണ് ഓരോരുത്തരുടെ സംശയം. എന്താണെങ്കിലും എന്താ പറയുക, ആ കുടുംബം ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ അർജുനെ എന്താ പറയുക, ഒരു പോറൽ പോലും ഇല്ലാണ്ട് തിരിച്ച് കിട്ടാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക കേട്ടോ. അപ്പോൾ ആ മൃതദേഹം കിട്ടിയെന്ന് പറഞ്ഞത് നമ്മുടെ അർജുനൻ്റെ ആവാതിരിക്കട്ടെ. ഇത്രയും എന്താ പറയുക, ലോറിൻ്റെ മണ്ണ് അതിൻ്റെയൊക്കെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. ഒരു മനുഷ്യൻ്റെ ജീവനല്ലേ, ആ ജീവന് വേണ്ടി ലോകം മൊത്തം ഇന്ന് കരയാണ്, പ്രാർത്ഥനയിലാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് ആ ഒരു കുടുംബത്തിൻ്റെ ഒരു കഞ്ഞിയാണ്, എന്താണ് തിരിച്ച് കിട്ടട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരും എന്താണ് ഒരു പോറലില്ലാണ്ട് നമ്മുടെ അർജുനെ കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. അതുപോലെ ഉൾപ്പെടുത്തുക പ്രത്യേകം. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കിട്ടിക്കോട്ടെ, എല്ലാവരുടെ ദുആ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അറിഞ്ഞ കാര്യം തന്നെയാണ് ഞാനും ഇനി പറയണതെന്ന് വിചാരിച്ചിട്ട് ആരും ബാഡ് കമൻറ്റ് ഇടരുത്. അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും ദുആയിൽ ഉൾപ്പെടുത്തട്ടെ. അവരവർക്ക് വരുമ്പോൾ അതിൻ്റെ വേദന അറിയുള്ളൂ. അപ്പോൾ പക്ഷേ ആർക്കും ഇങ്ങനൊരു വിധി വരാണ്ടിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും അവരവരുടെ ദുആയിൽ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും.